പുഷ്പ ഇപ്പൊ 2000 crore ഗ്രോസ് കളക്ഷനിലേക്ക് എത്താൻ പോവാണ്. എത്തിയിട്ടില്ല. സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ തെലുങ്ക് തമിഴ് പടങ്ങൾ മലയാളത്തിൽ എന്തുകൊണ്ട് ഇത്രയും വിജയിക്കുന്നു എന്നൊരു പോയിന്റ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ വിജയിക്കുക എന്നുള്ള എല്ലാവരുടെയും സിനിമകൾ വിജയിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ട് അല്ലേ. കുറെ കാലങ്ങളായിട്ട് കമൽ സാർ അങ്ങനെയുള്ള വലിയ വലിയ നെയിംസിന്റെ എല്ലാ സിനിമകളും ഡബ് ചെയ്തും ലാംഗ്വേജ് മാറ്റിയൊക്കെ ഇറങ്ങുന്നതൊക്കെ അത് ഓടാറുണ്ട്. കുറച്ചു കാലത്തിന് ശേഷം, അതായത് ഖാദർ ഹസൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. അല്ലു അർജുൻ സിനിമകളുടെ തീർച്ചയായും അല്ലു അർജുനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇദ്ദേഹമായിരുന്നു. അപ്പൊ അതിനുശേഷം അല്ലു അർജുൻ ഹാപ്പി അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ പുള്ളി ഇറക്കിയിട്ട് കുറെ കാശ് വരെ ഇവിടുന്ന് അങ്ങനെ അത് ഭയങ്കര അല്ലു അർജുൻ ആക്ച്വലി ഹിറ്റായത് അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് ഇറങ്ങിയ മൂവീസിലും ഒരു ക്യാമ്പസ് സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക പൈങ്കിളി ആ ഒരു ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ആയിരുന്നു. അത് ടു ആൻ എക്സ്റ്റെൻഡ് ആകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് ഓക്കെ ദോസ് കൈൻഡ് ഓഫ് മൂവീസ്, തെലുങ്ക് പടങ്ങളെല്ലാം അല്ലെങ്കിൽ കന്നഡ മൂവീസ് എല്ലാം അങ്ങനെ തന്നെ ആണ്, അതാണ് അതിന്റെ ജോൺറ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്നു. അത് പാൻ വേൾഡ്, ഇന്റർനാഷണൽ ഒക്കെ ആയി. പണ്ട് ഇന്റർനാഷണൽ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പാൻ എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. അതാണ് ഈ പുഷ്പ എന്ന് പറയുന്ന KGF, പുഷ്പ അങ്ങനെയുള്ള വലിയ വലിയ മൂവീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വന്നതിന് ശേഷം എന്തായി, ഈ മാസ് പടങ്ങൾക്ക്, പണ്ടേ നമുക്ക് മാസ് പടങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്ക് ബേസിക്കലി മാസ് പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാസ് പടം കാണാൻ പോയാൽ അത് മാസമായിട്ട് തന്നെ കാണണം. അല്ല അവിടുത്തെ ചെന്നിരുന്ന അയ്യോ ഇത് ശരിയായില്ല, മറ്റേത് ടെക്നീഷ്യൻ ലോജിക്കൽ മാസ് കാണാൻ പോയാൽ മാസ് കാണാൻ പോകണം. അപ്പൊ അങ്ങനെ കണ്ടുവരുന്ന സിനിമകൾ ഒക്കെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യുമായിരുന്നു. പക്ഷെ വൺ ടൈം പക്ഷെ ഈ പുഷ്പ പോലെയുള്ള സിനിമകൾ ഇത്രയും വലിയ ഹിറ്റ് ആയതിന്റെ ബാക്കിൽ ഈ മാസ് കാണാൻ പോയവന് സൂപ്പർ മാസ് കൊടുത്തു. പുഷ്പ 1-ന്റെ കാര്യമാണ് ഞാൻ കണ്ടിട്ടില്ല. പുഷ്പ 1-ന്റെ കാര്യമാണ് ചെറിയ മാസ് കാണാൻ പോയിട്ട് അത് ഭയങ്കര നന്നായിട്ട് മാസ് കൊടുത്തു. അത് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. അത് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. സൗത്ത് ഇന്ത്യയിൽ ഈ പുഷ്പ 2-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വളരെ കുറവാണ് ഓടിയെന്ന് തോന്നുന്നല്ലേ. സൗത്ത് ഇന്ത്യയിലാണ് കുറച്ചുകൂടെ കൂടുതൽ ഓടിയത്. അതിന്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷയ് കുമാർ എന്നൊരു നടനുണ്ടല്ലോ, റീമേക്കിംഗ് ആണ് പുള്ളിയുടെ സിനിമകൾ ഓടിക്കുന്ന ഒരു തരം ആൾക്കാരുണ്ട്, ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ദേ ഡോണ്ട് വാണ്ട് ലോജിക്, they don't want anything, they just need some skin show, they just need some dance numbers and all that. when അക്ഷയ് കുമാറിന്റെ പറഞ്ഞിരിക്കുന്നു അത് ഇത് കിംബോയ് ആയിട്ട് അക്ഷയ് കുമാർ അടിക്കുന്ന ആ സാധനങ്ങളാണ് പുള്ളിക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ ഓടിക്കുന്ന കുറെ ആൾക്കാർക്കിടയിലേക്ക് ഈ പുഷ്പ 1 എന്ന് പറഞ്ഞ നാഷണൽ അവാർഡ് കിട്ടിയ സാധനം, എന്ത് കഷ്ടല്ലേ, നാഷണൽ അവാർഡ് കിട്ടിയ ആ സാധനം ചെന്ന് ഇറക്കുമ്പോൾ ദേ വേർ എക്സ്പെക്ടിങ്, അങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പെക്ട് ചെയ്തിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ബിരിയാണി കൊടുക്കുന്നവൻ 4 ദിവസം ബിരിയാണി കൊടുത്തവൻ 5-ാമത്തെ അന്നും ബിരിയാണി പ്രതീക്ഷിച്ചിരിക്കും. അപ്പം നെച്ചോറിൽ ബീഫ് ഇട്ട് കൊടുത്താലും അവൻ അത് ബിരിയാണിയാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സിനിമ. ഇത് കൊള്ളാമെന്ന് പറഞ്ഞോണ്ട് അവന് കൊള്ളാമെന്നല്ലേ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പിന്നെ മാസം എന്ന് പറയുമ്പോൾ ഒരു തിയേറ്ററിൽ കയറി ഇരിക്കുമ്പോൾ വലിയ വലിയ സെന്റേഴ്സിൽ അത് ഹിറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ബി കാറ്റഗറി വരുന്ന സെന്റേഴ്സിൽ അത് ഹിറ്റാവാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് അത് കണ്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അല്ലേ. നാഷ് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് ഞാനിപ്പം കഴിഞ്ഞ ദിവസം അനുരാഗ് കശ്യപിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഇൻഡസ്ട്രി എന്നെ ബിട്രൈ ചെയ്തു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ബിട്രൈ ചെയ്തു എന്ന് പറയുന്ന പുള്ളി പറയുന്ന സാധനം എന്ന് പറയുന്നത് പുതിയൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഇൻഡസ്ട്രി ശ്രമിക്കുന്നില്ല. അവിടെ എല്ലാ റീമേക്കിനുള്ള പോസിബിലിറ്റി, ഒരു നല്ല മലയാളം പടം വന്നാൽ അത് ആ പടത്തിന്റെ റൈറ്ററിനെ അല്ലെങ്കിൽ ഡയറക്ടറിനെ വെച്ചൊരു പടം ചെയ്യാനല്ല അവർ നോക്കുന്നത്, അതിന്റെ റൈറ്റ്സ് വാങ്ങിയിട്ട് റീമേക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അത് ചെയ്തിട്ട് കണ്ടു. ഇപ്പൊ ഇന്നത്തെ ഒറിജിനൽ കണ്ടന്റ് ഇല്ലാതാകുന്നു. അപ്പം അദ്ദേഹം അവിടുന്ന് വിട്ടിട്ട് ഞാൻ സൗത്തിൽ എവിടെയെങ്കിലും വന്ന് താമസിക്കാൻ പോവുകയാണ്, ഞാൻ ബോംബെ വിടുകയാണ് എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പം നമ്മളിപ്പോ ആലോചിക്കും, ഒരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ ആസ് എൻ ഓഡിയൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്, പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഹീറോ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. അപ്പൊ ഒരു വെടി വെച്ചാൽ ഒരു കത്തി വെച്ചിട്ട് 2 ബുള്ളറ്റ് തിരിഞ്ഞു പോയി 4 പേരെ കൊല്ലുന്ന ഈ പറഞ്ഞ സീൻ ഞാൻ രജനീകാന്ത് അദ്ദേഹം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ചിരഞ്ജീവി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒരു തെലുങ്ക് ഒരു ഗൈ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് ഓർമ്മ, പുള്ളി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ജാക്കി ചാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ 4 പേരും കാണിച്ചിരിക്കുന്നത് ഇല്ലോജിക്കൽ സാധനമാണ്. പക്ഷെ ജാക്കി ചാൻ ചെയ്യുമ്പോൾ ഓക്കെ മേ ബി പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ജാക്കി ചാൻ. മനസ്സിലായില്ലേ? അപ്പം അപ്പം ഈ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കൊരു പടം അല്ലെങ്കിൽ ഒരു മാസ് എന്ന് പറഞ്ഞ സാധനത്തെ ഇഷ്ടപ്പെടാൻ. അപ്പം അതിനൊരു ഡെഫിനിഷൻ ചിലപ്പം രേഖയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കില്ല എൻ്റെ ഇഷ്ടം. അപ്പം ഈ ഡിഫറൻസസ് ഉണ്ട് എന്ത് പറഞ്ഞാലും. പക്ഷെ ഈ പറയുന്ന പ്രത്യേകിച്ച് സൗത്ത് അല്ലെങ്കിൽ മലയാളി അല്ലെങ്കിൽ തമിഴ് ഓഡിയൻസിന്
ഈ മാസിനോടുള്ള ഒരു 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 അമിതമായ ഇഷ്ടമുണ്ടോ ഇങ്ങനത്തെ പടങ്ങൾ വിജയിക്കാൻ? ഇപ്പം കുറച്ച് നാൾ മുമ്പ് വരെ മലയാളത്തിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഇനിയിപ്പം മൊത്തം പ്രകൃതി പടങ്ങളാണ് ഇറങ്ങുന്നത്. അപ്പം ഒരു മാസ് പടം ഇപ്പം എന്തുകൊണ്ടായാലും മോഹൻലാൽ മാസ് കാണിക്കണമെങ്കിൽ മോഹൻലാൽ മുണ്ട് മടക്കി കുത്തി വരണം എന്ന ധാരണ ഉണ്ടായിരുന്നു. അതെനിക്ക് ലൂസിഫറോട് കൂടിയാണ് അത് മാറിയത്. പക്ഷെ അതിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈയടിച്ചത് മോഹൻലാൽ മുണ്ട് മടക്കി കുത്തി വരുന്ന സീൻ തന്നെ. ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ റീജണലൈസ് ആകുന്നതാണ്. അപ്പം ഒരു 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 ഓഡിയൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ മാസ് മാത്രം മതിയോ, അതോ അതിനൊരു ഒരു ലോജിക്കാലിറ്റി വേണോ, ഒരു കഥ വേണോ? എന്താണ് നേഹയുടെ? എനിക്ക് മാസ് ഫിലിംസ് പൊതുവെ ഇഷ്ടമാണ്, പക്ഷേ അതിനകത്തൊരു ലോജിക്കും ഒരു സ്റ്റോറിയും വേണം. അതല്ലെങ്കിൽ നമുക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ മാസ് ആണെങ്കിലും അത് കുറച്ചുകൂടി ജസ്റ്റ് മാസിനകത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ്. ദേവർ മകൻ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ദേവർ മകൻ പഴയ അമിതാഭ് ബച്ചനൊക്കെ ഉണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ, ഹേമ മാലിനി കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ സിനിമ ഉണ്ട് മോളെ. ഭരതൻ സാർ എന്ന് പറഞ്ഞൊരു നമുക്കൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ഒരേ ഒരു തമിഴ് പടമാണ്. അന്ന് കുറച്ച് നാഷണൽ അവാർഡൊക്കെ അവർ കൊടുത്തു, ഇരിക്കട്ടെ എന്ന് വെച്ച് കൊടുത്തു. കമൽഹാസൻ എന്ന് പറഞ്ഞ ആളുണ്ട് തമിഴ്നാട്ടിലുള്ള, കണ്ടിട്ടുണ്ട്. പിന്നെ ശിവാജി ഗണേശൻ എന്നൊരു ആക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം അറിയാം. ഇവരൊക്കെ ആയിരുന്നു അതിനകത്ത് ചെറിയ രേവതിയൊക്കെ ഉണ്ട്. ആ പാട്ടിട്ടുണ്ട്. അതൊക്കെ ആ സിനിമക്കകത്ത് ഉണ്ടായി പോയി, ക്ഷമിക്കണം. അപ്പൊ അതൊരു മാസ് മൂവിയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ എക്സാക്ട് എക്സാമ്പിൾ ഓഫ് മാസ് ആൻഡ് ക്ലാസ്. പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മാസ് ആൻഡ് ക്ലാസ്. ക്ലാസ് ഉണ്ട് സൂപ്പർ ക്ലാസ്, മാസ് ഉണ്ട് സൂപ്പർ മാസ്. കഥ ഇട്ടെന്ന് വെച്ചാൽ അതാണ് കഥ, ഇല്ലേ? If you have seen Devar Magan, you will know what I'm talking. അത് പക്ഷേ ഇപ്പോഴത്തെ പടങ്ങളിൽ മിസ്സിംഗ് ആണ്. ചില സമയങ്ങളിൽ ഇല്ല. കാരണം ഇപ്പോഴത്തെ പടങ്ങൾ പുഷ്പ 2 കാര്യം പറയുകയാണെങ്കിൽ പുഷ്പ 1 കമ്പാരിറ്റീവ്ലി പുഷ്പ 2 നോക്കുകയാണെങ്കിൽ പുഷ്പ 1 കിട്ടിയ ഒരു പീക്ക് ഉണ്ട്, ഒരു റീച്ച് ഉണ്ട്. ഇതിന്റെ എക്സാജറേറ്റഡ് വെർഷനാണ് പുഷ്പ 2. കാരണം ഈ പറയുന്ന പുഷ്പയുടെ ക്യാരക്ടറിനെ ഭീകരമായി ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമം നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് നമ്മൾ പറയാൻ ആരുമല്ല, പക്ഷെ ആസ് എൻ ഓഡിയൻസ് ഞാൻ പറയാണ് എന്തുകൊണ്ടാണ് മലയാളത്തിൽ അത് അധികം ഓടാത്തതിൻ്റെ ഒരു കാരണം. അവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് മാമന്നലിൽ എന്തുകൊണ്ട് ഫഹദിന് നമ്മുടെ ഉദയനിധിയെക്കാട്ടിലും കുറച്ചുകൂടെ ഭീകരമായ അപ്രിസിയേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആസ് എൻ ആക്ടർ പുള്ളി തിളങ്ങി നിന്നു. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് ആക്ടിങ് വൈസ് അല്ല, ഈ പുള്ളിയുടെ പോർഷൻസ് എന്ന് പറയുന്നത് ഓവർ ഗ്ലോറിഫൈഡ് ആക്കാൻ ശ്രമം നടത്തി പുഷ്പ 2. അതുകൊണ്ടാണ് അതൊരു സ്റ്റോറി വൈസ് ചിന്തിക്കാൻ സെയിം പ്ലോട്ട് തന്നെയാണ് ഇങ്ങനെ ആയി പോകുന്നത്. ഇപ്പം കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യാൻ Pushpa 1 got national award. I don't know for what good reason, but it got. Film was good. കണ്ടായിരുന്നു. Yeah, but for national award seriously and opposite നിൽക്കുന്ന അറിയാമോ അതിനെ കുറിച്ചൊക്കെ? പുള്ളിക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പോട്ടെ, ഇവരുടെ അല്ലു അർജുൻ്റെ വയലുള്ള ഞാൻ ഓക്കെ. എനിവേ ഹി ഗോട്ട് ഇറ്റ്, ദാറ്റ്സ് ഫൈൻ വിത്ത് മീ. പക്ഷെ ഇതും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ മാസം പ്രതീക്ഷിച്ചുകൊണ്ട് പോയ പല ആൾക്കാർക്കും അത് വർക്കായില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. നോർത്ത് ഇന്ത്യൻസിന്റെ കാര്യമല്ല പറഞ്ഞത്, സൗത്ത് ഇന്ത്യൻസ് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ തന്നെ പറഞ്ഞു അറിയാൻ ഒട്ടും വർക്കായില്ല, കുളമാണെന്നൊക്കെ തന്നെയാണ് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളത്. ആണല്ലോ, അങ്ങനെ ഞാനും കേട്ടത്. അപ്പൊ ഇത് പ്രതീക്ഷിച്ച് പോയ ഹിന്ദിക്കാർക്ക് ഇത് കുഴപ്പമില്ല. നോട്ട് ദ ഹോൾ ഹിന്ദി ക്ലാസ്, നോട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അതിന്റെ ഞാൻ പറഞ്ഞ ഒരു കാറ്റഗറൈസേഷൻ ചെയ്ത് വരുന്നല്ലോ. പകലൊക്കെ പണിക്ക് പോയിട്ട് വൈകിട്ട് 2 അടിച്ചിട്ട് എന്തിനു കാണാൻ പറ്റുന്ന സിനിമ, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കാണുന്നുള്ള സിനിമ ഐറ്റം ഡാൻസ് അല്ല. പുഷ്പ 2 ഭീകരമായിട്ടുള്ള ഭയങ്കര ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. രശ്മി മന്ദാന ക്യാരക്ടർ കരുതിയില്ലല്ലോ, എന്തുണ്ടോ രശ്മി മന്ദാനുണ്ട്, വൈഫല്ലേ. അപ്പൊ അവര് ആ ക്യാരക്ടറിന്റെ സാധനങ്ങൾ ഭീകരമായിട്ട് അടിക്കും. ഇതിനകത്ത് ബേസിക് സംഭവം ഇപ്പം ലേറ്റസ്റ്റ് മാർക്ക് ഇറങ്ങി, മാർക്ക് ഭീകര ഹിറ്റാ. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർക്ക് ആസ് എ വയലന്റ് മലയാള മൂവി ഓക്കെയാണ്. ഇവനൊക്കെ പറഞ്ഞ് പുറത്ത് വിടണം. മാർക്കോ അവരെന്താ ചെയ്തത്? ഇത് നന്നായി ആ ഒരു ടോപ്പിക് എടുത്തിട്ടത്. മാർക്കോ ഫസ്റ്റ് മുതൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു ദ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഇല്ല ഇതിനകത്ത് സ്റ്റോറി വേണമെന്ന് പറഞ്ഞില്ലേ? ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, വയലൻസ് എല്ലാം ഓക്കെയാണ്.
പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ആ ഒരു ഇമോഷണൽ കണക്ട് ഇല്ലേ, ഒരു എന്തിനാണോ ആ ഒരു റീസൺ ഉണ്ടായത്, ഇവരെ കൊല്ലാൻ എന്താണോ റീസൺ ഉണ്ടായിരുന്നത്, ആ റീസൺ കണക്ട് ആയില്ലത് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. ലോജിക്കില്ല, ആ ഒരു ഇമോഷണൽ എപ്പോഴും അതിനകത്ത് എപ്പോഴും വന്നൊരു ഡിബേറ്റിനകത്ത് വന്ന സാധനമാണ്. അതായത് ഇത് ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഒരു പയ്യൻ റിവ്യൂ ഇട്ടിരുന്നത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ഇത് ജോൺ വിക്കിന്റെ തന്തയാണെന്ന് പറയുന്നുണ്ട് ഈ സിനിമ. അത് അമ്മാതിരി ബ്യൂട്ടിഫുള്ളി മെയ്ഡ് ആയിട്ടുള്ള അടിപൊളി പടമാണ്. അതാണ് അതിന്റെ ഗ്ലോറിഫൈഡ് വേർഷൻ. ജോൺ വിക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അല്ല, പക്ഷെ ആ ജോൺ വിക്കിന്റെ പോർഷൻ പറയുന്നത് കാരണം ഒരു 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 പട്ടിയെ കൊന്നതിന് ആ പട്ടിയായിട്ടുള്ള ഇമോഷണൽ കണക്റ്റിലാണ് അദ്ദേഹം ഇത് മൊത്തം ചെയ്യുന്നത്. പക്ഷെ ആ ഇതിനകത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്, സ്പോയിൽഡ് ആയിട്ട് പറയുന്നില്ല, ആ ഇൻസിഡന്റ് കൊണ്ടാണ് ഇദ്ദേഹം ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ആ ഇൻസിഡന്റ് ഓഡിയൻസുമായിട്ട് കണക്ട് ആയില്ല ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഡിബേറ്റ് ഗ്രൂപ്പ്സിലൊക്കെ വന്നിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ നമ്മൾ അതിനകത്ത് മാസ് ഉണ്ട്, ബ്യൂട്ടിഫുള്ളി മെയ്ഡ് ആണ്, ഈ മലയാളത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് മൂവിയാണ്, എല്ലാ സൈഡിലും ഒക്കെയാണ്. മലയാളത്തിലെ ഏറ്റവും വയലൻസ് മൂവി, സ്റ്റൈലിഷ് വേർഷൻ. അതായത് അങ്ങനെ ഒരു ചുമ്മാ ഒരു വയലൻസ് കാണിക്കുന്നതല്ല, അതിൽ ഓരോ സാധനങ്ങളും എന്തൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആണ്, കൊറിയോഗ്രാഫ്ഡ്, വെൽ ഡൺ മൂവി. പക്ഷെ ഈ ഒരു ഇമോഷണൽ കണക്റ്റൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഭീകരമായേനെ. ഇപ്പം നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് മറ്റേ ഈ മംഗലശ്ശേരി നീലകണ്ഠനും ഈ പറയുന്ന നെപ്പോളിയന്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു ഫൈറ്റ്, റൈവൽറി അത്രയും നമുക്ക് അഡിക്റ്റഡ് എന്ന് തോന്നാൻ മലയാളിക്ക് ആ ഒരു പുഷ് വേണം, ട്രിഗർ വേണം. ബ്യൂട്ടിഫുൾ സാധനം. അതാണ് രണ്ടുപേരുടെ സൈഡിലും ആ ഈഗോ ബ്യൂട്ടിഫുള്ളി മെയ്ഡ് സാധനമാണ്, മൂവിയാണ്. അപ്പൊ ഈ സാധനം ഉണ്ടെങ്കിൽ കുറച്ചൊരു ബ്യൂട്ടിഫുൾ ആകാൻ പറ്റുന്നത്. അപ്പം മലയാളിയെ സംബന്ധിച്ചുള്ള മലയാളിക്ക് മാസ് മാത്രം പോരാ. ഇപ്പൊ ഒന്ന് ആലോചിക്കേ, ഈ പറയുന്ന മിന്നൽ മുരളി സൂപ്പർമാൻ വേർഷനിൽ ഇവിടെ ഇറങ്ങിയിരുന്നത് ചിലപ്പോൾ അത്രയും ഓടത്തില്ല. ഈ പറയുന്ന ബേസിൽ ജോസഫ് എന്ന ബ്രില്യന്റ് ആയിട്ടുള്ള മലയാളിയുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇല്ല, പുള്ളിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് റൂട്ടഡ് ആയിട്ട് ഉള്ളൊരു സൂപ്പർമാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. ആ സാധനം കണക്ട് ചെയ്തപ്പോഴാണ് അതിന്റെ ബ്യൂട്ടി വന്നത്. അപ്പം നാഷിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആസ് എൻ ഓഡിയൻ മാസ് പടങ്ങൾ ഇഷ്ടമാണ്, എല്ലാ പടങ്ങളും ഇഷ്ടം. ഈ പ്രേമം, റൊമാൻസ്, അങ്ങനത്തെ കുറച്ച് പിങ്ക് മൂവീസ് ഉണ്ടല്ലോ, അത് എനിക്ക് എന്റർടൈൻ ആകാറില്ല. എന്റെ പേഴ്സണൽ ഇതാണ്, എനിക്ക് അങ്ങനത്തെ സിനിമകൾ എന്നെ എന്റർടൈൻ ചെയ്യിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സിനിമകളിൽ നിന്ന് മാറിക്കും. ബാക്കി എല്ലാ ജോണറും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു സിനാരിയോ അനുസരിച്ച് ഏത് രാജ്യത്തെ മൂവിയും ഈസിലി വാച്ചബിൾ ആണ് നാഷണൽ. അപ്പം ഇതിന്റെ പ്രിഫറൻസസ് മാറിയിട്ടുണ്ട്. കാരണം ഇത്രയും സിനിമകൾ കാണുന്നുള്ളത് കൊണ്ട് മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ ഒരു പടം ഇറങ്ങിയാൽ, ഇപ്പം ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ശങ്കറിന്റെ ഒരു മൂവി ഇറങ്ങി, ഭീകര ഫ്ലോപ്പ് എന്നാ പറയുന്നത്. ശങ്കറിന്റെ മൂവിയാണ്. പക്ഷെ അതിനകത്ത് വിഷയം എന്ന് പറഞ്ഞാൽ, അപ്പം ചില ഡയറക്ടേഴ്സിന്റെ കാര്യം നമ്മൾ പറയുന്നത് ഇപ്പോഴും ആ യുഗത്തിൽ നിൽക്കുകയാണെന്ന് പറയുന്നില്ലേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഡയറക്ട് ചെയ്താൽ മതി. അല്ലല്ല, അങ്ങനെയല്ല. ശങ്കർ സാറിന്റെ മൂവീസ് പണ്ടേ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പുള്ളി എല്ലാം ലാർജർ ദാൻ ലൈഫാണ്. അന്ന് ആ സിനിമ നമ്മൾ ശിവാജി, മുതൽവനും, ഇന്ത്യൻ 1 ഒക്കെ, എന്റെ ദൈവം ഇന്ത്യൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് തെറ്റ്, ഇന്ത്യൻ 1 ഒക്കെ കാണിക്കുമ്പോൾ വി നീഡ് ദാറ്റ്. ആ സമയത്ത് ആൾക്കാർക്ക് വേണ്ടിയിരുന്ന അപ്പീലിംഗ് ലാർജർ ദാൻ ലൈഫ് കാണിക്കുന്ന ഒരേ ഒരു സംവിധായകൻ ഇത്. ബ്രഹ്മാണ്ഡ പടം എന്ന് പറയുന്ന ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെ വേണ്ടിയിട്ടാണ് അല്ലെ. ശങ്കർ സിനിമ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഇങ്ങനെ പടങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. രജനീകാന്ത്, കമൽഹാസൻ ആരഭിനയിച്ചാലും ശങ്കർ ഫിലിം എന്നാ പറയാ. രജനീകാന്ത് അല്ലെങ്കിൽ കമൽ സാർ ഇൻ ആൻഡ് ആസ് ഇന്ന പേര് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ശങ്കർ ഫിലിം, അങ്ങനെയാണ് പറയുക. പിന്നെ ഈ ഇത് ഇന്ത്യൻ ഒക്കെ എന്റെ പൊന്നളിയാ എന്തല്ലേ കരഞ്ഞു ഞാൻ. അപ്പം അതുകൊണ്ട് പുള്ളി ഇപ്പോഴും അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഗെയിം ചേഞ്ചർ അല്ലേ, ഗെയിം ചേഞ്ചർ ജസ്റ്റ് ഒരു ടീസർ പോലെ സിനിമ കാണില്ല എന്ന് ഉറപ്പാണ്, ജസ്റ്റ് ടീസർ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്തും ഏതോ പാട്ടിനകത്ത് പുള്ളി ഭയങ്കര വലിയ മലയൊക്കെ വീണ്ടും പെയിന്റ് അടിച്ചിട്ടിരിക്കുന്നു. ഈ പരിപാടി തന്നെ പുള്ളി ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ലെന്ന് പറയാം. അല്ല, ഞാൻ ഈ ഇന്ത്യൻ സിനിമകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ലോക സിനിമകൾ കാണാൻ ഒരു ചാൻസസ് വന്നല്ലോ. അപ്പോൾ നാഷിന്റെ പ്രിഫറൻസസ് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ലോജിക്കാലിറ്റി അല്ലെങ്കിൽ ബാസ് ഇതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് മാറിയിട്ടുണ്ടോ? ഇല്ല, അപ്പൊ ടേസ്റ്റ് മാറിയിട്ടില്ല. എനിക്ക് കുറച്ചും കൂടെ ഓപ്ഷൻസ് കിട്ടി. ചില മൂവീസ് പണ്ട് കിട്ടാൻ പാടായിരുന്നു, കുറെ മെനക്കെടുമായിരുന്നു. ഇപ്പൊ അത്ര മെനക്കെടേണ്ട ആവശ്യമില്ല. പറഞ്ഞപ്പോ ഒരു കൊറിയൻ സിനിമ കണ്ടിട്ട്, ഒരു മോസ്റ്റ് വയലന്റ് ഒരു കൊറിയൻ സിനിമ കണ്ടിട്ട് നമ്മളൊരു മലയാളം മാസ് പടം കാണുമ്പോൾ ഇതിനകത്ത് ഇത് പോസിബിലിറ്റി ഇല്ല, ഇത് എന്ത് കിടിലായിട്ടാണ് നമ്മൾ കൊറിയയിൽ എടുത്ത് വെച്ചിരിക്കുന്നത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവിടെ കുറെ പേര് ഇവിടെ സംഭവം എന്ന് വെച്ചാൽ കോവിഡിന്റെ ടൈമില് എല്ലാവരും ഇരുന്ന് നെറ്റ്ഫ്ലിക്സ് ഫിലിംസ് കാണില്ല, എല്ലാരും ഇരുന്ന് കണ്ട ഇതാണ് മൂവി, ഇങ്ങനെയാണ് വേണ്ട, അങ്ങനെയാണ് വേണ്ട, ജഡ്ജ്മെന്റൽ ആയി തുടങ്ങി.
അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. എന്താ പ്രശ്നം എന്ത് പറയട്ടെ ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ഫിലിംസ് ചെയ്യുന്നു. നമ്മൾക്കിപ്പോ ഇത്രയും കോടികൾ ഇട്ട് അത്രയും ചെയ്യാൻ പറ്റണം എന്നില്ല. ബട്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നു. അപ്പൊ അതിനെ കുറ്റം പറയാനായിട്ട് കുറെ പേര് വെറുതെ ഇരിക്കും. ഒരു ഫ്രെയിമില് അവര് ചിലപ്പോ VFX അല്ല ഗ്രാഫിക്സിന്റെ ചെയ്യാൻ അവർ ഒരു ഫ്രെയിമിന് വേണ്ടി മില്യൺസ് ആണ് മുടക്കുന്നത്. ഈ മില്യൺസ് ഉണ്ട് ഇവിടെ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് 5 പടം ചെയ്യും. അല്ല അവിടുത്തെ ഒരു ഫ്രെയിമിന്റെ കാശ് സൂപ്പർ സ്റ്റാർസിന് 5 പടം ചെയ്യാം. അതാണ് അയ്യോ ഇത് മറ്റേതായിരുന്നു കൊള്ളായിരുന്നു മറ്റേതാണ് കൊള്ളായിരുന്നു. എടേ എന്നാ പറഞ്ഞ നീ കാണിക്കടാ, അവന് ചെയ്യാൻ പറ്റണ്ടേ? അതിലല്ലേ ലോജിക്ക് വേണം. എന്റെ നോർത്ത് ഇന്ത്യയിലുള്ള ചില ഫ്രണ്ട്സ് മലയാളം ഫിലിംസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫിലിംസ് അവിടെ റീച്ച് ചെയ്യുകയും മലയാളത്തിൽ ആക്ട് ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹം. അറ്റ്ലീസ്റ്റ് ഒരു സീൻ അഭിനയിച്ചാൽ മതി, 2 സീൻ അഭിനയിച്ചാൽ മതി, അവരുടെ ഒരു ഇതായിട്ട്. ഈ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഈ കോവിഡ് വന്നതിന് ശേഷം ദ ബെസ്റ്റ് പാർട്ട് വാസ് ഫോർ ആർട്സ് അല്ലെ? മലയാളം ഇൻഡസ്ട്രീനെ അവർ ഇരുന്ന് ഇങ്ങനെ കണ്ടപ്പോഴിട്ട് ഇങ്ങനെയൊക്കെയാണല്ലേ മലയാളം. പണ്ട് പഴയ ഫ്രണ്ട്സ് കൊണ്ടുതന്നെ ഈ സൗത്ത് ഇന്ത്യൻസിന് എല്ലാവരും മദ്രാസി. ഇപ്പൊ അങ്ങനെയല്ല, ഡിഫറൻസ് ഉണ്ട്. സൗത്ത് എന്ന് പറയും, ബാംഗ്ലൂരുള്ള ബാംഗ്ലൂരിയൻസ് പറയും, മലയാളീസിന്റെ മല്ലൂസ് എന്ന് പറയും. അങ്ങനെ ഒരു സാധനം ഉണ്ട്. പണ്ട് എല്ലാവരും മദ്രാസി, സൗത്തിൽ നിന്ന് ആവഴി വന്നാൽ എല്ലാവരും മദ്രാസി എന്ന് പറയാം. അതിനുശേഷം വന്നപ്പോ ഓക്കെ മലയാളം മിസ് കംപ്ലീറ്റ് കൾട്ട് സാധനങ്ങൾ, കൾട്ട് ക്ലാസ്സൊക്കെ പിന്നെയാണ് പലവരും കണ്ടു തുടങ്ങിയത്. ഈ അനുരാഗ് കശ്യപ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഞാൻ വായിച്ചിട്ടുള്ളതാണ്, പഴയ കൾട്ട് സാധനങ്ങൾ പത്തൻരാജ് സാറിന്റെ തൂവാനം തുമ്പികളും അങ്ങനത്തെ ഉള്ള അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ പുള്ളി ഇതിന് ശേഷമാണ് കണ്ടത്. KG ജോർജ് സാറിന്റെ സിനിമകളൊക്കെ അതിനുശേഷമാണ് പുള്ളി കണ്ടത്. പുള്ളി പറഞ്ഞ കാര്യമാണ് ഹീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടർ. അപ്പൊ ഡയറക്ടർ എല്ലാത്തിലുണ്ടല്ലോ, പക്ഷേ ഡയറക്ടർ യെസ്. അപ്പം ഇങ്ങനെ പറയുന്നത്, പുള്ളി പറയുന്നത് ഇതിന്റെ അക്സസിബിലിറ്റി ഒക്കെ വന്നത് കൊറോണ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് പോകാണ്ടിരിക്കുമ്പം പുള്ളി ഹി വാസ് എ ഡീപ് തിങ്കർ ഓഫ് മൂവീസ് അല്ലേ. അങ്ങനെ പുള്ളി റിസർച്ച് ചെയ്ത് ഇങ്ങനെ മനസ്സിലാക്കി ഓക്കെ ഇങ്ങനത്തെ സിനിമകൾ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വലുത്. അതുപോലെ തന്നെ അത്രയും ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണ് മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൾട്ട്. അപ്പൊ ഈ ഓരോരുത്തന്മാർ പറഞ്ഞത് നീക്ക് എന്തടിച്ചിട്ടാണ് മലയാളം സിനിമ കാണുന്നത്? അനുപമ ചോപ്ര ബേസിലിന്റെ അടുത്തും ടോവിനോയുടെ അടുത്തും മിന്നലപുരയുടെ ലോഞ്ചിന്റെ സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു റീച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ആർ അപ് ടു ദാറ്റ് മാർക്ക്. ശരി, ടെക്നിക്കലി ചിലപ്പോൾ നമ്മൾ എല്ലാത്തിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, എന്നാലും പക്ഷെ നമ്മള് ടെക്നിക്കലി ഏറ്റവും ടെക്നീഷ്യൻസ് വൈസ് നോക്കിയാൽ ഏറ്റവും ബ്രില്യന്റ് ടെക്നീഷ്യൻസ് നമുക്കുണ്ട്. കമ്പയർ ചെയ്ത കാര്യം കമ്പയർ ചെയ്യുന്നത് മിഷൻ ഇമ്പോസിബിൾ കണ്ടിട്ട് അതേപോലത്തെ ഒരു അതാണ് ഞാൻ ടെക്നിക്കൽ സൈഡ് ഉദ്ദേശിച്ചത് കേട്ടോ. നോർത്ത് സൗത്ത് നോർത്തും സൗത്തും ആയിട്ട് കമ്പയർ ചെയ്യാൻ പോനെ ദാറ്റ് ഇസ് ലൈക്ക് ഫുൾ ഗ്ലാമർ അല്ലേ? അവിടെ കഥയൊക്കെ എന്താ റൗഡി റാത്തോഡ് എന്നൊക്കെ പറഞ്ഞ അക്ഷയകുമാറിന്റെ പാടം എന്റെ പൊന്നടാവേ ഒന്നും പറയണ്ട. പക്ഷെ അതൊക്കെ ഹിറ്റാണ്, ദോസ് ആർ ഹിറ്റ്. ഇങ്ങനത്തെ പടം അജയ് ദേവ്ഗൻ ഡയറക്ട് ചെയ്ത നമ്മുടെ കൈദിയുടെ ശിവയോ മറ്റേ ഈ ഹിമാലയൻസിലുള്ളത് മറ്റേ ഫൈറ്റ് ഉള്ള സാധനം, ദാറ്റ് ഈസ് താണ്ഡവം. അതല്ല കൈദി ഇല്ലേ, കൈദിയുടെ തമിഴ് പുള്ളി ചെയ്തായിരുന്നു. നിങ്ങൾ പറഞ്ഞ ശിവായ എന്ന് പറഞ്ഞ ഇത് കൈദിയുടെ ഒരു പടം ഇറങ്ങി, അതിന്റെ പേര് തബു ഒക്കെ ഉണ്ട്. തബു ആയിരുന്നു ഇതായിട്ട് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ളത്. എന്തുവാണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൈദി ഭയങ്കരമായിരുന്നു, ടെക്നിക്കലി കൈദി ഭയങ്കരമാണെന്ന് വെച്ചാൽ അല്ല. പക്ഷെ കൈദി ഗേവ് ആൻ അപ്പീൽ ഫോർ ഇറ്റ്. കൈദി അപ്പീലായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഭോല കണ്ടപ്പോഴാണ്. മറ്റത് എന്തുമാത്രം നശിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് യുവമാരി മാസ് കയറ്റുമ്പോൾ അതിൽ ടെക്നിക്കാലിറ്റി കയറ്റുമ്പോൾ അജയ് ദേവ്ഗന്റെ എല്ലാ മൂവീസ് പുള്ളി 3-4 പടങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പരിപാടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, പുള്ളി എല്ലാം ഇരുട്ടിലെ കളികളാണ്. ഇരുട്ടാകുമ്പോൾ അധികം നമുക്ക് ഗ്രാഫിക്സ് കാണിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചുള്ളൂ, പുള്ളി കാണിക്കുന്നില്ല. അതാണ് വേറെ രീതിയിലല്ല ഞാൻ പറഞ്ഞത്, ഡാർക്ക്നെസ്സിൽ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇരുട്ടാകുമ്പോൾ അതിന് എത്രയൊക്കെ ഡീറ്റെയിൽസ് മതി എന്നുള്ള സീനും ഇത് പിടിക്കുന്നുണ്ട്. ദാറ്റ്സ് എ ബ്രില്യന്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. പക്ഷെ അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. കീനായിട്ട് ഞാൻ ചിലപ്പോൾ മൂവീസ് ഒക്കെ നല്ല കീനായിട്ട് ഇരുന്നു, അപ്പം എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നും. കീനായിട്ടിരുന്ന് കാണുന്നത് അങ്ങനെ കാണണ്ടേ, ഇവർ എന്താ ചെയ്തിരിക്കണം നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് എന്റെ സാധനം. മോക്ക് ഇഷ്ടമുള്ള ജോണർ എന്ന് പറഞ്ഞ? എനിക്കിഷ്ടമുള്ള ജോണർ കോമഡി ജോണർ. ഓക്കെ, ഏറ്റവും വൺ ഓഫ് യുവർ ഫേവറേറ്റ് കോമഡി മൂവി? Not getting it? Yeah. One of your favorite comedy movie അറിയില്ല എന്നാണ് പറയുന്നത്. ഒരെണ്ണം ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഒരെണ്ണം. Come on. കോമഡി അല്ല, ഈ അടുത്ത കോമഡി വിട എന്റെ മനസ്സിൽ പെട്ടെന്ന് പറയാനായിട്ട് സ്ട്രൈക്ക് ചെയ്ത, അതായത് സിനിമ കണ്ടപ്പോൾ ഇതിന്റെ മേക്കിംഗ് നല്ലതാണ് എന്ന് കുറെ നേരം അതിരുന്ന് മമ്മൂട്ടി സാറിന്റെ ഈ ഒരു വാട്ട് വാസ് ദാറ്റ് മൂവീസ് നെയിം, ഒരു ഇല്ലത്തിനകത്തുള്ള ഒരു ഫിലിം ബ്രഹ്മയുഗം. ആ ബ്രഹ്മയുഗം കണ്ടപ്പോൾ അത് കോമഡി അല്ല, ബ്രഹ്മയുഗം കണ്ട സമയത്ത് അതിന്റെ ആ ഒരു മേക്കിംഗ് കണ്ട് ഭയങ്കരമായിട്ട് ഇതില്
ഇതായിട്ട് ആകൃഷ്ടയായിട്ടിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ആ. പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വന്നത് അതാണ്, അതുകൊണ്ടത് അമ്മൂമ്മ. പറഞ്ഞത്. That's അത് nice. ഭയങ്കര കണ്ടപ്പോൾ അത് ഭയങ്കര എത്ര നന്നായിട്ട് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ബ്രഹ്മയുഗം മേഡ് ബെഞ്ച് മാർക്ക്. ഇനി ആരെങ്കിലും ഒരു ഹൊറർ ജോൺറ എടുക്കുന്നുണ്ടെങ്കിൽ ഇനി അതിന്റെ മേളിൽ ചിന്തിക്കാൻ പറ്റും. അതിന്റെ മേലെ There are no ചിന്തിക്കാൻ more പറ്റും. black and white horror gonna come. ഇല്ല ഇതിലും അതൊരു ബ്രില്യന്റ് black and ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കാണിക്കാൻ പറ്റും. ഈ പറയുന്ന യക്ഷിച്ചിരിയുടെ ആവശ്യമില്ല, ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതാണ് സൗണ്ട് എഫക്ട്സിന്റെ ആവശ്യമില്ല, എസ് എഫക്ട്സിന്റെ ആവശ്യമില്ല. ആ ഒരു ബെഞ്ച് മാർക്ക്. അതാണ് ദാറ്റ് ഈസ് അത് ഹൗ benchmark വി ആണ്. അതിനെ അങ്ങ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അല്ല, എപ്പോഴും ഉള്ള ഒരു ഈ മലയാളത്തിൽ ഇതുപോലത്തെ ഫിലിംസ് വേറെ ഇന്ത്യൻ ഫിലിംസിൽ വേറെ അത്ര അധികം തന്നെ ഒന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല. ഇനിയിപ്പം ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മലയാളത്തിലെങ്കിലും ആഫ്റ്റർ ബ്രഹ്മയുഗം ബിഫോർ ബ്രഹ്മയുഗം ഹൊറർ മൂവീസിന്റെ ചേഞ്ചസ് മാറും. ഇപ്പം മറ്റേ രോമാഞ്ചത്തിലാണെങ്കിലും അതുപോലെ ഭൂതകാലത്തിലാണെങ്കിലും അവരുണ്ടാക്കിയിരുന്ന ഒരു ഹൊറർ മൂഡുണ്ട്. ആ മൂഡിനെയും അത് ഒരുപക്ഷെ അതായിരിക്കും ആ സമയത്ത് ഒരു പുതിയൊരു ഹൊറർ ഇമേജ് കിട്ടുന്ന സാധനം. പക്ഷെ അതിനെയും പൊളിച്ചുകൊണ്ടാണ് ബ്രേക്ക് കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്താണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ പുതിയ പുതിയ ഐഡിയാസ് ആണ് ഈ മാസം അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ എലമെന്റ്സിനെയും ബ്രേക്ക് ചെയ്ത് എങ്ങനെ കംപ്ലീറ്റ്ലി റിലേറ്റബിൾ ആയി നാച്ചുറൽ ആയിട്ട് റൂട്ടഡ് ആയിട്ട് ഒരു പടം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ബേസിക് ഐഡിയ.